ശ്രീമതി ലാലി വിൻസെന്റിന്റെ എതിരെയുള്ള കേസ് അവർക്ക് അഭിഭാഷകയാണ് എന്ന ഒരു ആർഗ്യുമെന്റ് അവർ ഉയർത്തുന്നുണ്ട്. നമുക്ക് ഇതിൽ കോൺഗ്രസിന്റെ നിലപാട് നേരത്തെ കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇതിൽ ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർക്കെതിരെ മുഴുവൻ അന്വേഷണം വേണം, ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവണം. ഇന്നാട്ടിലെ സാധാരണക്കാരായ സ്ത്രീകൾ കെട്ടുതാലി വരെ പണയം വെച്ച് കൊണ്ടുപോയി നിക്ഷേപിച്ച പണം ഒരു രൂപയിലും നഷ്ടപ്പെടാതെ അവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണമെന്നതാണ് കോൺഗ്രസിന്റെ അസന്നിഗ്ധമായിട്ടുള്ള ഇക്കാര്യത്തിലുള്ള അഭിപ്രായം. ഇത് ലാലി വിൻസെന്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ലാലി വിൻസെന്റ് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങി ഈ പറയുന്ന സി ഡി ഏജൻസിക്ക് കൊടുത്തതായിട്ടോ സ്കൂട്ടർ പാതി വരയ്ക്ക് കൊടുക്കാമെന്ന് ആർക്കെങ്കിലും വാഗ്ദാനം ചെയ്തതായിട്ടോ ഒരു പരാതി ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഒന്ന്. രണ്ട്, ലാലി വിൻസെന്റിനെതിരെയുള്ള പരാതി എന്ന് പറയുന്നത് ഇവരുടെ അഭിഭാഷകയായി എന്നുള്ളത് മാത്രമാണ്. ലാലി വിൻസെന്റ് ചെയ്തു എന്ന് പറയുന്ന വലിയ കുറ്റം എന്ന് പറയുന്നത്. ഇതിൽ ലാലി വിൻസെന്റ് തന്നെ പറയുന്നത് അവർക്ക് കിട്ടിയ പണം, ആ പണത്തിൽ നല്ലൊരു പങ്ക് ഇവർ തന്നെ പല കേസുകളിലും കെട്ടിവെക്കാനുള്ള പണം, ഈ വക്കീലന്മാരാണല്ലോ പണം കെട്ടിവെക്കുന്നത്, അങ്ങനെ കെട്ടിവെക്കാനുള്ള പണമായി കിട്ടിയതാണെന്നും അത് കോടതിയിൽ കെട്ടിവെച്ചിട്ടുണ്ടെന്നുള്ളതുമാണ്. അത് അവർ ന്യായീകരിച്ചോളും, അത് അവർ കോടതിയിൽ തെളിയിച്ചോളും, അത് അവരുടെ കാര്യമാണോ തെളിയിച്ചോളും. അക്കാര്യത്തിൽ ഒരു സംശയത്തിന്റെയോ തർക്കത്തിന്റെയോ അടിസ്ഥാനം കോൺഗ്രസുമായി ബന്ധപ്പെട്ടില്ല. കോൺഗ്രസ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം, അതിൽ തർക്കമൊന്നുമില്ല. നോക്കിവിടെ ജയിക്ക് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഈ ഇഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടാണ് പറയുന്നത്. നേരത്തെ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ BJP ഉണ്ടായിരുന്നപ്പോൾ ഞാൻ BJP എന്ന പാർട്ടിയുടെ നിലപാട് ചാനൽ ചർച്ചകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പാർട്ടി വിട്ടുപോന്നു, ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തള്ളിപ്പറഞ്ഞു. ആ പാർട്ടി ചെയ്യുന്ന നയപരിപാടികൾ എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് വിളിച്ചത്. ഞാനിപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമാണ്. അതവിടെ നിൽക്കട്ടെ. നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ 80-ലധികം പേര് ചേർന്നിട്ടുള്ള ഒരു 80-ലധികം CIമാരുള്ള ഒരു വലിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ ചോട്ടെ, 80-ലധികം CIമാരുണ്ടെങ്കിൽ അത്രയും അധികം സാധാരണ പോലീസ് ഓഫീസർമാരും സ്വാഭാവികമായിട്ടും ആ അന്വേഷണ സംഘത്തിലുണ്ടാവും. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ അന്വേഷണ സംഘമാണ്. ഞാൻ ചോദിക്കട്ടെ, അതിലെ ഒരു സാധാരണ ഒരു സിവിൽ പോലീസ് ഓഫീസറെ വിട്ടിട്ട് ആ AN രാധാകൃഷ്ണന്റെ ഒരു മൊഴി എടുക്കാൻ എന്തേ നിങ്ങൾക്ക് ഇത്രയും ദിവസമായിട്ട് സാധിച്ചിട്ടില്ല? AN രാധാകൃഷ്ണൻ ഒരു നോട്ടീസ് കൊടുത്ത് നിങ്ങൾ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ? ഈ അന്വേഷണ സംഘം ഇതുവരെ ഒരു മൊഴി എടുത്തിട്ടുണ്ടോ? രാധാകൃഷ്ണന്റെ ഏജൻസിക്കെതിരെ ആയിരക്കണക്കിന് പരാതികൾ കേരളം മുഴുവൻ ഉണ്ടല്ലോ. എന്താ രാധാകൃഷ്ണനെതിരെ കേസെടുക്കാത്തത്? നിങ്ങൾ നജീബ് കാന്തപുരത്തിനെതിരെ ആരോ ഒരാൾ ഒരു പരാതി കൊടുത്തു എന്നുള്ളതിന്റെ പേരിൽ കേസെടുത്തു. ഇപ്പൊ പരാതി പോലും ഇല്ല. എന്നിട്ട് നജീബിന്റെ പേര് ഇപ്പൊ നിങ്ങൾ ചർച്ചയിൽ വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സംസ്ഥാനം മുഴുവൻ ആയിരക്കണക്കിന് ആളുകളെ ഇത്തരത്തിൽ പണം വാങ്ങി പറ്റിച്ചിട്ടുള്ള ഒരു ഏജൻസിയുടെ നടത്തിപ്പുകാരനായിട്ടുള്ള രാധാകൃഷ്ണനെ ഒരു നോട്ടീസ് കൊടുത്തൊരു മൊഴി എടുക്കാൻ പോലും നിങ്ങൾ വിളിക്കാത്ത എന്താണ്? നിങ്ങൾ നോക്കൂ, മറ്റൊരു തട്ടിപ്പ് നടന്ന അവിടെയാണ്, പാലക്കാട് മുണ്ടൂരിലാണ്, മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ VA മുരളീധരന്റെ യുവ കോപ്പറേറ്റീവ് സൊസൈറ്റി നടന്ന തട്ടിപ്പ്. യുവ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സംസ്ഥാനത്ത് 25-ലധികം ബ്രാഞ്ച് ഉണ്ട്. പക്ഷേ മലമ്പുഴ മണ്ഡലത്തിൽ മാത്രമാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത്. മലമ്പുഴ മണ്ഡലത്തിലാണ് യുവ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് നടന്നത്. യുവ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തട്ടിപ്പിന് നേതൃത്വം അവിടെ സൊസൈറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന ആരാണ്? C കൃഷ്ണകുമാറാണ്. അപ്പൊ ഈ കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചോദ്യം ചെയ്തോ? കൃഷ്ണകുമാറിന് ഒരു നോട്ടീസ് നിങ്ങൾ അയച്ചോ? എന്തേ ചോദ്യം ചെയ്യാത്തത്? അപ്പൊ BJP നേതാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ CPMന്റെ സർക്കാരിന് മെല്ലെ പോക്കാണ്. CPMന്റെ പോലീസ് അന്വേഷിക്കുന്നില്ല. ED വന്നാലും ഇത് തന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നത്. മറ്റൊന്ന്, LDFന്റെ മന്ത്രിസഭയിലെ മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച്, കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് 2000-ലധികം പേർക്കാണ് പണം നഷ്ടപ്പെട്ടു എന്ന ആരോപണമുള്ളത്. കൃഷ്ണൻകുട്ടിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയുടെ പേരിലാണ്, അവിടുത്തെ അദ്ദേഹത്തിന്റെ കെട്ടിടത്തിലാണ് ഈ ഓഫീസ് പോലും പ്രവർത്തിക്കുന്നത്. വലിയ ബന്ധമാണ് തട്ടിപ്പുകാരുമായി കൃഷ്ണൻകുട്ടിയുടെ ഈ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിക്കുള്ളത്. ഇതിന്റെ രേഖകൾ ഇന്ന് കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പൊ ഇതെല്ലാം ഉണ്ടായിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് നാണമില്ലാതെ കോൺഗ്രസ്സുകാരാണ് അതിന്റെ പുറകെന്ന് പറയാൻ പറ്റാൽ കോൺഗ്രസിനെതിരെ ആക്ഷേപം ഉന്നയിക്കാൻ പറ്റുന്നത്? കോൺഗ്രസ് പ്രതിപക്ഷത്തല്ലേ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതിൽ ഒരു ഏജൻസിയുടെയും നിയന്ത്രണമില്ല, EDയുടെ നിയന്ത്രണമില്ല, കേരള പോലീസിന്റെ നിയന്ത്രണമില്ല. നിങ്ങളൊരു ഫെയർ പ്ലേ, ഒരു ഫെയർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തി, എന്നിട്ട് അതിൽ ആരാണ് തെറ്റുകാരെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തി. ഇത്രയും ദിവസമായില്ലേ ആക്ഷേപം വന്നിട്ട്? മാതൃഭൂമി ഈ കേസ് എക്സ്പോസ് ചെയ്ത ദിവസം എത്രയായി? ജയിക്ക് 15 ദിവസം കഴിഞ്ഞില്ലേ? ഈ നിമിഷം വരെ എന്താണ് നിങ്ങൾ AN രാധാകൃഷ്ണൻ നോട്ടീസ് കൊടുക്കാത്തത്? മറുപടി നിങ്ങളൊന്ന് പറയണം. ഇവിടെ BJPയുടെ പ്രതിനിധി അതിനെ ന്യായീകരിക്കാനും വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിച്ചു. എന്റെ ഒരു പ്രധാനപ്പെട്ട സംശയം അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, AN രാധാകൃഷ്ണൻ തന്നെ പത്രസമ്മേളനത്തിൽ ക്ലെയിം ചെയ്തത് 5000-ലധികം സ്കൂട്ടറുകൾ വിതരണം ചെയ്തു എന്നുള്ളതാണ്. ഈ ED അന്വേഷിക്കേണ്ടത് എന്താണ്? 5000-ലധികം സ്കൂട്ടറുകൾ AN രാധാകൃഷ്ണൻ വിതരണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഏകദേശം 30 കോടി രൂപയോളം ഈ സ്കൂട്ടറിന് അധികമായിട്ട് പേയ്മെന്റ് കൊടുക്കണം. ഇത് AN രാധാകൃഷ്ണൻ എങ്ങനെ കൊടുത്തു? അത് സ്വാഭാവികമായിട്ട് അറിയണ്ടേ? അല്ല, ഇനിയിപ്പോ അനന്തു കൃഷ്ണന്റെ സംഘടനയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൽ കൂട്ടുപ്രതിയാവേണ്ടത് AN രാധാകൃഷ്ണനല്ലേ? കാരണം ഇതിന്റെ മോഡസ് ഓപ്പറാണ്ടി എന്താണ്? നമ്മുടെ രാജ്യം നിരോധിച്ചിട്ടുള്ള മണി ചെയിൻ മോഡൽ തട്ടിപ്പല്ലേ നടന്നത്. 5000 പേർക്ക് സ്കൂട്ടർ രാധാകൃഷ്ണൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത 25,000 പേരെ പണത്തിന് അടിച്ചു മാറ്റിയിട്ടാണല്ലോ 5000 പേരെ സ്കൂട്ടർ കൊടുക്കുന്നത്. മറ്റ് 10-25,000 പാവങ്ങളെ പറ്റിച്ച പണമാണല്ലോ ഈ 5000 സ്കൂട്ടറായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ കൂട്ടുത്തരവാദി എന്നുള്ളതിലേക്ക് AN രാധാകൃഷ്ണൻ കേസ് സ്വാഭാവികമായിട്ടും
പ്രതി ചേർക്കപ്പെടേണ്ടതല്ലേ? എന്തേ പ്രതി ചേർക്കപ്പെടാത്തത്? നിങ്ങൾ കൊടുത്ത 5000 സ്കൂട്ടറിന്റെ ക്ലെയിം ശരിയാണെങ്കിൽ 30 കോടി രൂപ തട്ടിപ്പ് നിലവിൽ നടന്നു കഴിഞ്ഞു. എന്തുകൊണ്ട് രാധാകൃഷ്ണൻ ആ കേസിൽ പ്രതിയാവുന്നില്ല? രാധാകൃഷ്ണന്റെ വീട് റെയ്ഡ് ചെയ്യണ്ടേ? ഓഫീസ് റെയ്ഡ് ചെയ്യണ്ടേ? ഓഫീസിലെ രേഖകൾ പരിശോധിക്കണ്ടേ? അപ്പൊ ഇ ഡി ആർക്ക് വേണ്ടിയിട്ടാണ് കളത്തിലിറങ്ങിയിട്ടുള്ളത്? BJP-യുടെ സമുന്നത നേതാക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. മുണ്ടൂരിൽ യുവ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലിരിക്കുന്ന C. കൃഷ്ണകുമാറിനെയും AN രാധാകൃഷ്ണനെയും രക്ഷിക്കാനുള്ള ബോധപൂർവമായ പരിശ്രമം ഇവിടെ നടക്കുന്നു. അതിന് CPM-ഉം BJP-യും ഒത്തുകളിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം.